ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഡു റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന സ്പെഷ്യൽ ലഡു ഇനി നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ ഒരു ലഡു ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് പോവാം. ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു സിറപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര ശരിക്കും ഇതിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഈ സിറപ്പ് ഒന്ന് കട്ടിയാകുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഈ ഷുഗർ സിറപ്പ് അധികം കട്ടിയാവാൻ പാടില്ല. അധികം കട്ടിയായാൽ നമ്മൾ ഇതിലേക്ക് ബൂന്തി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ശരിക്കും അബ്സോർബായി കിട്ടൂല. ഇപ്പോൾ ഈ ഷുഗർ സിറപ്പ് ശരിക്കും കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, ഇത് ക്രിസ്റ്റലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്കിതിലേക്ക് ഒരു 2-3 തുള്ളി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലഡുവിൻ്റെ പുറത്തൊക്കെ ഈ ഷുഗറിൻ്റെ പൊടി കാണും, വൈറ്റ് കളറിൻ്റെ പൊടി കാണും. ഇപ്പോൾ ലെമൺ ജ്യൂസൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെ ഒന്ന് ഒട്ടുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ ഈ ഷുഗർ സിറപ്പ് റെഡിയായി എന്നുള്ളതാണ്. ശരിക്കും ഒരു തേൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ഓറഞ്ച് ഫുഡ് കളർ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കുന്നതൊക്കെ ഓപ്ഷണലാണ്. പക്ഷേ മോത്തിച്ചൂർ ലഡു സാധാരണ ഒരു ഓറഞ്ച് കളറിലല്ലേ ഉണ്ടാവല്, അതുകൊണ്ട് ചേർക്കുകയാണ്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ആവശ്യം ബൂന്തിയാണ്. അപ്പം ബൂന്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹൽദിറാംസിൻ്റെ ഈ ബൂന്തിയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ബൂന്തി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഈ പാക്കറ്റ് കട്ട് ചെയ്തിട്ട് ബൂന്തിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് നോക്കാം നമുക്ക് എത്ര ബൂന്തിയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഞാനൊരു 250 ml കപ്പിലാണ് ഇത് അളന്ന് നോക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൽ നിന്ന് എനിക്ക് ഒരു 3 കപ്പ് ബൂന്തി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൂന്തിയിലൊക്കെ ചെറിയൊരു ഉപ്പുരസം ഉണ്ടാവും. അപ്പോൾ ഈ ഉപ്പുരസം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഞാനിത് ബൂന്തി ഒരു സ്ട്രെയിനറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബൂന്തിയുടെ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തുന്ന രീതിയിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. അധികം നേരം കഴുകരുത്, അല്ലെങ്കിൽ ബൂന്തിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് സോഗിയാവും. അപ്പം തീരെ ലഡു നന്നായി കിട്ടൂല. ഇപ്പോൾ ഈ ബൂന്തിയൊക്കെ ശരിക്ക് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. സിറപ്പ് അത്യാവശ്യം ചൂട് വേണം നമ്മൾ ഈ ബൂന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇത് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കുക. ഈ സിറപ്പ് ബൂന്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം സ്പീഡ് കൂടേണ്ട ആവശ്യമില്ല, പതുക്കെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൽ കളറൊന്നും കയറിയിട്ടില്ല എന്ന് തോന്നും. പക്ഷെ ഇത് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. ഇപ്പം ഞാനിത് ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ ബൂന്തിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബൂന്തി നമ്മൾ 1 മണിക്കൂറിന് മൂടി വെക്കണം. എന്നാലേ ശരിക്കും ഈ ബൂന്തി ഈ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യുള്ളൂ. പിന്നെ റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ശരിക്കും പെർഫെക്റ്റായി വരും. ഇപ്പം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഈ ബൂന്തി ശരിക്ക് ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഒട്ടും തന്നെ ഷുഗർ സിറപ്പ് ഇതിലില്ല. ഇത് കംപ്ലീറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. ബൂന്തി കംപ്ലീറ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ലഡു ഉണ്ടാക്കാനുള്ള ബൂന്തി ഇപ്പോൾ റെഡിയാണ്.
ഇപ്പം ഞാനിതിൽ നിന്ന് ബൂന്തി എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് പ്രസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്കൊന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണാം ഈ ഷുഗർ സിറപ്പൊക്കെ ശരിക്കും സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചെറുങ്ങനെ ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ ബൂന്തി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിത് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാൻ പാടില്ല. ചില ബൂന്തിയൊന്നും ശരിക്ക് ഇത് അടിച്ച് കിട്ടൂല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, ഇതുപോലത്തെ ടെക്സ്ചറാണ് വേണ്ടിയത് ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടിച്ചെടുത്ത ബൂന്തി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ബാച്ച് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ബൂന്തിയും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബൂന്തിയിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് നെയ്യ് എത്തുന്നവരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ലഡ്ഡു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറിയ പോർഷൻസ് ആക്കി എടുത്തിട്ട് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് ലഡ്ഡു റെഡിയാക്കാം. ഇപ്പം നമ്മൾ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ബേക്കറിയിൽ കിട്ടുന്ന സ്പെഷ്യൽ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ ലഡ്ഡു കണ്ടാൽ ആരും പറയില്ല അത് വീട്ടിലുണ്ടാക്കിയതാണെന്ന്. ഇനി ബാക്കിയുള്ള ലഡ്ഡു നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കാം. ഇപ്പം ഞാൻ എല്ലാ ലഡ്ഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലഡ്ഡുവിൻ്റെ മേലെ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സോ ബദാമോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ എത്ര എളുപ്പത്തിലായി സോഫ്റ്റ് ആൻഡ് ജ്യൂസി ലഡ്ഡു തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കണ്ടാൽ ആരും പറയില്ല വീട്ടിലുണ്ടാക്കിയതാണെന്ന്, ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നേ പറയുള്ളൂ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.